സൂപ്പർമാൻ ഫാനാണ്. വലിയ വർഷങ്ങൾക്ക് ശേഷം ഒരു അടിപൊളി കംബാക്ക്, വെൽക്കം ബാക്ക് ഹീറോ. ഇത് വയ്യാത്തൊരു കുറേ ഇടിയൊക്കെ വാങ്ങിച്ചു പിടിക്കുന്ന ഒരു സൂപ്പർമാനാണ്. അതുകൊണ്ട് ഇനി അവരുടെ ഫാൻസിന് എങ്ങനെ അത് ഇഷ്ടപ്പെടും. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളത് സൂപ്പർമാൻ ആസ് എൻ ഏലിയൻ, ആ ഒരു അതായത് ഒരു ഫൈറ്റ് മാത്രം, അതായത് നമുക്ക് എന്താ പറയുക, വീക്ക്നെസ്സസ് ഇല്ലാത്ത ഒരാൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടുള്ളത്. പക്ഷേ ഈ പടത്തിൽ വരുമ്പോഴത്തേക്കും സൂപ്പർമാൻ എന്ന് പറയുമ്പം ഒരു ഹ്യൂമൻ ആണ്, ഇമോഷൻസ് ഉണ്ട്, വീക്ക്നെസ്സസ് ഉണ്ട് എന്നൊക്കെ നന്നായിട്ട് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി പോലെ തന്നെ നല്ല ഭയങ്കര ബ്രൈറ്റ് ആയിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും നന്നായിട്ട് തന്നെ പോയായിരുന്നു. ഹെൻറി ക്യാവിൽ പോയതിൻ്റെ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ ഡേവിഡ് കൊറൻസ്ഫെൽഡ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സിനിമ. ഞാനൊരു സൂപ്പർമാൻ ഫാനാണ്. വലിയ വർഷങ്ങൾക്ക് ശേഷം ഒരു അടിപൊളി കംബാക്ക്, വെൽക്കം ബാക്ക് ഹീറോ. പടം കൊള്ളാം. ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു സൂപ്പർമാൻ ഫിലിമാണ്. ലൈക്ക് എത്ര 13 വർഷമൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരുന്ന ഒരു പുതിയ സൂപ്പർമാൻ ഫിലിം. കൊള്ളാം, നല്ല ഫിലിമാണ്. എനിക്ക് തോന്നുന്നു നല്ല ഈ ഡേവിഡ് കോർൺസ്വെറ്റ് എന്ന ആക്ടർ നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് സൂപ്പർമാനായിട്ട്. പിന്നെ ലെക്സ് ലൂത്തർ നടിച്ച നിക്കോളസ് ഹോൾട്ട് അങ്ങനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ വിഷ്വൽസൊക്കെ കൊള്ളാം, നന്നായിട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. സോ മസ്റ്റ് വാച്ച് ആണ്, ഉറപ്പാട്. കൊള്ളായിരുന്നു. 3D വാച്ച് ചെയ്യാൻ വേണ്ടി ഉണ്ടോ? 3D കൊള്ളായിരുന്നു, പൊളിയായിരുന്നു. നമുക്ക് ലാഗ് അടിപ്പിക്കാതെ മാക്സിമം ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വേറൊരു ടേക്കാണ്. നമ്മൾ സ്നൈഡറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ ഒരു ഇപ്പോഴത്തെ US സിറ്റുവേഷനും കൂടെ ബേസ് ചെയ്തിട്ട് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നു. ഒരു എന്താണ് പറയുന്നത്, ഒരു ഫോറിനർ അവിടെ വന്ന് അകപ്പെടുന്ന രീതിയിലൊക്കെ അവർ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതായിട്ടാണ് തോന്നിയത്. 3Dയിലൊക്കെ കാണാൻ വേണ്ടി ഉണ്ടോ? 3Dയിൽ വേണ്ടായിരുന്നു എന്ന് തോന്നി. അതെ, 2D ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. നമുക്ക് ഇതുവരെ വന്ന സൂപ്പർമാനായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ ഇതിനിപ്പോൾ. എന്തായാലും ഇല്ല, ഇതൊരു പുതിയ സ്റ്റോറിയാണ്. ഇപ്പോൾ നമ്മുടെ അവര് ഒരു യൂണിവേഴ്സിലോട്ട് പോകുമ്പോൾ കണക്ഷൻ കൊണ്ടുവരും. പക്ഷെ അവര് അധികം കണ്ടൻസിലോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഇതൊരു സ്റ്റാൻഡ് ലോൺ സൂപ്പർമാൻ ഫിലിമായിട്ട് തന്നെയാണ് പോകുന്നത്. പടം എൻഗേജിങ് ആണോ? എൻഗേജ് ആണ്, വളരെ എൻഗേജിങ് ആണ്. സിനിമ DC-യുടെ ഒരു നല്ല സിനിമയാണ്. മാർവൽ പോലെ മറ്റേ ഹൈ എൻ്റർടൈനറൊന്നും അല്ല സംഭവം. പക്ഷേ ഇവർ കുറച്ച് ഇമോഷൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, ആക്ഷനല്ല. അപ്പോൾ ജെയിംസ് ഗണ്ണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഗാർഡിയൻസ് ഓഫ് ഗാലക്സി പോലെ വലിയ എൻ്റർടൈൻമെൻറ്റും ഇല്ല, പക്ഷേ ഒരു അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇതുവരെ ഒരു സൂപ്പർമാൻ പടവും കണ്ടിട്ടില്ല. എനിക്ക് ഈ സൂപ്പർ ഹീറോ വലിയ താല്പര്യമില്ലാത്തൊരു ജോണറാണ്. ഇത് പിന്നെ ഇത് റീബൂട്ട് ആയതുകൊണ്ട് ഒന്ന് കണ്ടുവെക്കാമെന്ന് വിചാരിച്ചതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. വിഷ്വലി നല്ല രസമുണ്ട് പടം, നല്ല കുറച്ച് ചിരിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഈ ടിപ്പിക്കൽ ഈ ഒരു സൂപ്പർ ഹീറോ നമ്മുടെ ശക്തിമാൻ പോലത്തെ ഒരു സംഭവത്തിൽ ഭയങ്കര ഭീകരനായിട്ടുള്ള ശക്തനായിട്ടുള്ളൊരു സൂപ്പർമാൻ അല്ല ഇതിനകത്തുള്ളത്. ഇത് വയ്യാത്തൊരു കുറേ ഇടിയൊക്കെ വാങ്ങിച്ചു പിടിക്കുന്ന ഒരു സൂപ്പർമാനാണ്. അതുകൊണ്ട് ഇനി അവരുടെ ഫാൻസിന് എങ്ങനെ അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ സംബന്ധിച്ച് എനിക്ക് വർക്കായിരുന്നു, നല്ല രസമായിരുന്നു, നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു തിയേറ്ററിൽ കാണാൻ. ഇറ്റ് വാസ് ഭയങ്കര കോമിക് ബുക്ക് സ്റ്റൈലായിരുന്നു അത് ചെയ്തത്. മറ്റേ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി പോലെ തന്നെ നല്ല ഭയങ്കര ബ്രൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇറ്റ്സ് വെരി ഗുഡ് ആക്ച്വലി. തിയേറ്റർ എക്സ്പീരിയൻസ് നൈസ് ആയിരുന്നു. പിന്നെ എപ്പോഴും ഒറിജിൻ സ്റ്റോറിയിലല്ല നിന്നത്, സൂപ്പർമാൻ്റെ ഒറിജിൻ സ്റ്റോറിയിൽ പിടിച്ചിട്ടല്ല നിന്നത്. ഇത് നല്ല എന്താ ലൈക്ക് കറൻ്റ്ലി ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് പോലെയായിരുന്നു. ആ ഒരു സൂപ്പർമാനും സൂപ്പർമാൻ്റെ സൈഡ് ക്യാരക്ടേഴ്സും എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ട്. അപ്പം എന്താ ബേസിക്കലി സൂപ്പർമാൻ മെട്രോപോളിസ് സേവ് ചെയ്യണതിനേക്കാളും മെട്രോപോളിസ് എങ്ങനെയാണ് സൂപ്പർമാനെ ലൈക്ക് അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്, ആ ഒരു രീതിയിൽ ഒരു ആണ് മൂവി കൊണ്ടുപോയത്. അതാണ് ആക്ച്വലി അവർ ജെയിംസ് ഗൺ ട്രൈ ചെയ്തത്. സോ ഇറ്റ് വർക്ക് റിയലി വെൽ ആക്ച്വലി. ബ്രോ, പടം നൈസാണ്. അതായത് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളത് സൂപ്പർമാൻ ആസ് എൻ ഏലിയൻ, ആ ഒരു അതായത് ഒരു ഫൈറ്റ് മാത്രം, അതായത് നമുക്ക് എന്താ പറയുക, വീക്ക്നെസ്സസ് ഇല്ലാത്ത ഒരാൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടുള്ളത്. പക്ഷേ ഈ പടത്തിൽ വരുമ്പോഴത്തേക്കും സൂപ്പർമാൻ എന്ന് പറയുമ്പം ഒരു ഹ്യൂമൻ ആണ്, ഇമോഷൻസ് ഉണ്ട്, വീക്ക്നെസ്സസ് ഉണ്ട് എന്നൊക്കെ നന്നായിട്ട് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലെക്സ് ലൂത്തറായിട്ട് വന്ന ഒരു വില്ലൻ ക്യാരക്ടറായിട്ട് വന്ന പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആസ് എ ഹ്യൂജ് ഫാൻ ഓഫ് സൂപ്പർമാൻ ഐ എം ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഇതിലൊരു പാവം സൂപ്പർമാൻ എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഇമോഷൻസ് കൂടി പോയോണ്ടാണോ? അല്ല, പാവം സൂപ്പർമാൻ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പം ഒരു ഹ്യൂമൻ ആയിട്ടാണ് പോർട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഏതൊരു ഹ്യൂമൻ ആയാലും കുറച്ച് ഇമോഷൻസ് കാണും. അതായത് ഇപ്പോൾ ആരായാലും കുറച്ച് വീക്ക്നെസ്സസ് പുള്ളിക്ക് കാണും. അപ്പം ആ ഒരു വീക്ക്നെസ് പോർട്രേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും പാവമായിട്ടും തോന്നിപ്പോവും. പക്ഷേ അങ്ങനെയല്ല, സൂപ്പർമാൻ്റെ രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത്. കൊള്ളായിരുന്നു. പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ആസ് എ ഫസ്റ്റ് ടൈം വ്യൂവറിനെ DC-യിൽ അത്ര ഫാൻ അല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു സിനിമ കാണാനായിട്ട്. പക്ഷേ നേരത്തെ സിനിമയുടെ റെഫറൻസസ് അത്ര ഉപയോഗിക്കാതെ തന്നെ പുതിയ സിനിമയിൽ മാക്സിമം ഫസ്റ്റ് ടൈം വ്യൂവേഴ്സിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഓവറോൾ വിഷ്വൽ എഫക്ട്സ് ഇഷ്ടപ്പെട്ടു. ആക്ടറിന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഹെൻറി കാവലിൻ്റെ ആ ഒരു ചാർം എടുക്കാൻ പറ്റും. ബട്ട് ഐ തിങ്ക് സൂപ്പർമാൻ ആസ് എ റോൾ ഹി ഡിഡ് ഗുഡ് ഓഫ് ആക്ടിങ് ഇൻ ദ ഇഷ്ടപ്പെട്ടു. ഇതിനൊരു സീക്വൽ അങ്ങനെ പ്രതീക്ഷിക്കാറുണ്ടോ ഈ ഒരു പാർട്ട് കണ്ടിട്ട്?
അങ്ങനെ പോസ്റ്റ് അങ്ങനെ ക്രെഡിറ്റ് വരുന്നുണ്ടോ അതില്? പ്രത്യേകിച്ച് ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഐ തിങ്ക് ഈ പടം ആവശ്യത്തിന് കൂടുതലും വിജയിക്കുകയും ചെയ്യും. നെക്സ്റ്റ് മൂവി പ്രതീക്ഷിക്കാൻ ചാൻസ് ഉണ്ട്. 3D വാച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഉണ്ടോ അല്ല 2D ആണോ ബെറ്റർ? കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? 3D ഫൈറ്റിംഗ് സീൻസിൽ 3D ഈസ് ഗുഡ്. ബട്ട് നോർമൽ ഓവറോൾ മിക്സ്ഡ് ഇമോഷൻസ് ഉള്ള ഒരു മൂവിയാണ്. അപ്പോൾ ഐ തിങ്ക് 3D ആക്ഷൻ ഫിലിമും പറയാം. 3D ഈസ് റിയലി ഗുഡ്. കൊള്ളായിരുന്നു, നല്ല പടം. നല്ല പടം. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും നന്നായിട്ട് തന്നെ പോയായിരുന്നു. ഹെൻറി ക്യാവിൽ പോയതിൻ്റെ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ ഡേവിഡ് കൊറൻസ്ബറി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമ അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒറിജിൻ സ്റ്റോറിയിലൊന്നും അല്ല ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒറിജിൻ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. മാൻ ഓഫ് സ്റ്റീലിലാണെങ്കിലും നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ പഴയ ക്യാരക്ടേഴ്സിനെ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെറുതെ സമയം കളഞ്ഞിട്ടൊന്നുമില്ല. ഈ ക്യാരക്ടേഴ്സിനെയും എല്ലാവരെയും നോർമലായിട്ട് കാണിച്ചിട്ട് പ്ലോട്ടിലാണ് കൂടുതലും പ്രാധാന്യം അവർ കൊടുത്തിട്ടുള്ളൂ. നല്ല സിനിമയായിരുന്നു. ഇതിന്നൊരു അടുത്ത സീക്വലും പ്രതീക്ഷിക്കാമോ? കേട്ടില്ല. ഇതിന്നൊരു അടുത്ത സീക്വലും പ്രതീക്ഷിക്കാമോ? ഇതിന്നൊരു അടുത്ത സീക്വൽ കൊണ്ടുവരാം. ഇപ്പം നമ്മുടെ ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാനെ കൊണ്ടുവന്ന പോലെ അങ്ങനെ ഒരു സീക്വൽ കൊണ്ടുവരാം. അല്ലാതെ സൂപ്പർമാന് വേണ്ടിയിട്ട് മാത്രം സീക്വൽ കൊണ്ടുവരാൻ സിനിമയിൽ അങ്ങനെ പോകുന്നുണ്ടോ? സിനിമയിൽ അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടോ ലാസ്റ്റ് എന്തെങ്കിലും? സിനിമയിൽ അങ്ങനെ ഒരു സീക്വലിന് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞൊന്നും പോകുന്നില്ല. പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് എൻ്റെ ആയിട്ടുള്ളത്. അങ്ങനെ ഒരു കണ്ടീഷൻ കൊടുത്തില്ല. ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടൊക്കെ എൻ്റെ ചെയ്തേക്കുക. കൊള്ളാം, നല്ലൊരു 3D വാച്ച് ചെയ്യാൻ വേണ്ടി ഉണ്ടോ? ഉണ്ടായിരുന്നു. സൂപ്പർമാൻ ഒരു മികച്ച പടമായിരുന്നു. എവന് പക്ഷേ ഇഷ്ടപ്പെട്ടില്ല. ഫാൻസിന് വേണ്ടി പറ്റിയ ഒരു പടമാണ്. വൻ മാസ് പടമാണ്. സൂപ്പറായിരുന്നു. 3D ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്.